ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയമാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തങ്ങളുടെ അക്യൂരത്തിൽ കിടക്കുന്ന അരാപ്പായ്മ എന്ന ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇറ്റമിയെയാണ്. അപ്പോഴാണ് ഒരു ഫിഷ് മാത്രം എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് ഇറ്റമി കാണുന്നത്. തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അത് ഇസാവോ ഷിനോമിയെയാണ് നോക്കുന്നതെന്ന് ഇറ്റമിക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ആ മീനിനെ പോലെ വെള്ളത്തിനടിയിൽ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഇസാവോയെ നമ്മൾ കാണുന്നത്. സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ഇസാവോ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഫ്കേനെയാണ്. സ്ക്വാഡ്രൺ സ്റ്റൈൽ കോമ്പാക്ട് ടെക്നിക്. അതിന് ഏറ്റവും പ്രധാനം കാലുകളാണ്. നിന്റെ കാലുകൾ ഉപയോഗിച്ചൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് നിന്റെ കയ്യിലോട്ട് കൊണ്ടുവരണം. അതിന് ആദ്യം ചെയ്യേണ്ടത് 5 ബേസിക് മൂവ്മെന്റ്സ് കാണാതെ പഠിക്കണം. 2 ആഴ്ച കൂടുമ്പോ ഒരു ദിവസം ഞാൻ നിന്നെ ചെക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരും. ഇത് കേട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് കാഫ്ക. സ്ക്വാഡ്രൺ സ്റ്റൈൽ കോമ്പാക്ട് ടെക്നിക്കോ? വെപ്പൺ ഉപയോഗിക്കാൻ അറിയാത്ത നിനക്ക് അത് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് കീഗുരു. ഹേയ്, നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഇത് എത്ര കഷ്ടമുള്ള കാര്യമാണെന്ന് അറിയോ? പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്കുക. എനിക്കത് അറിയാം. എന്റെ അച്ഛൻ എല്ലാ ദിവസവും അത് ചെയ്യാറുണ്ട്. ശരി, എന്റെ കയ്യിൽ നിനക്കായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ കീഗുരു ഒരു ഫോൺ അവന് കൊടുക്കുന്നു. ഹേയ്, ഇത് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയത് തന്നെയല്ലേ? അതെ, വൈസ് ക്യാപ്റ്റൻ അസേഗാവയാണ് ഇത് തരാൻ പറഞ്ഞത്. നീ എല്ലാവരോടും സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് തന്നതായിരിക്കും എന്ന് പറഞ്ഞ കീഗുരു അവിടെ നിന്നും പോകുന്നു. സോ റൂമിൽ ചെന്ന കാഫ്ക ആ ഫോണിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എല്ലാവരോടും സംസാരിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അവന് അറിയാൻ പാടില്ല. ആ പ്രശ്നത്തിന്റെ അന്നാണ് അവസാനമായി എല്ലാവരെയും അവൻ കണ്ടത്. അവർക്കും ഞാനാണ് നമ്പർ 8 എന്നുള്ള കാര്യം മനസ്സിലായിരിക്കുന്നു. എന്നെ കുറിച്ച് അവരെന്താ വിചാരിക്കുക? ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ ഓൺ ചെയ്യുന്നു. പെട്ടെന്നാണ് തുരുതുരാ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. 503 മെസ്സേജസോ? ഞാനത് തുറന്നു നോക്കണോ? ഇല്ല, എല്ലാവരുടെ അടുത്തു നിന്നും ഞാൻ വലിയൊരു രഹസ്യമാണ് മറച്ചു വെച്ചത്. അവർക്കെല്ലാം എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടാകും. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്നവൻ പറയുന്ന സമയത്താണ് റെനോ അതിലോട്ട് കോൾ ചെയ്യുന്നത്. പെട്ടെന്നുള്ള ടെൻഷനിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഓ നോ, ഞാൻ കട്ട് ചെയ്തു. ഈ കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാ അവൻ എന്നെ വെറുതെ വിടില്ല. ഡാമിറ്റ്, ഫോൺ ഓഫ് ആക്കി വെച്ചേക്കാം, അവരോട് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇഹാറോവും കോൾ ചെയ്യുന്നത്. അതെടുത്തു നോക്കി അവൻ കാണുന്നത് റെനോയെയാണ്. ഓ, അവൻ കോൾ ചെയ്താൽ മാത്രമേ കോൾ എടുക്കുള്ളൂ അല്ലേ? ഹേയ് റെനോ, നീയോ? ഞാനത് വേണോന്ന് വെച്ച് കട്ട് ചെയ്തതല്ല, നീ എന്നെ വിശ്വസിക്കേ. ഏയ്, അത് വിട്. 2 മാസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ ആലോചിച്ച് ഞാൻ എത്ര വിഷമിച്ചു എന്ന് അറിയോ? എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാനാണ് കൈജു നമ്പർ 8 എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി നിങ്ങൾ എന്നെ കാണുമ്പോ നിങ്ങൾ പേടിയോടെയായിരിക്കും നോക്കുന്നത്. അത് ശരിയാണ്, ഞങ്ങളും പേടിച്ചു പോയി. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു മനുഷ്യന്റെ പവർ അല്ല, ഒരു കൈജുവിന്റേതാണ്. സത്യം പറഞ്ഞ അത് കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി. അതിനർത്ഥം ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നല്ല. ആ ബേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളിൽ ഒരാളല്ലെന്ന് ഞങ്ങൾ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹേയ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. 3rd ഡിവിഷനിലിരിക്കുന്ന ആരും നിന്നെ ഒരു ശത്രുവായി കാണുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ദേഷ്യമുണ്ട്. ഞങ്ങൾക്ക് മനസാക്ഷിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ എന്ന് പറഞ്ഞ് ആരും ടെൻഷൻ ആകുന്നു. ഇത് കണ്ട് റെനോ ഫോൺ അവന്റെ കയ്യിൽ നിന്നും മേടിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ 2 പേരുടെയും കാര്യം മാത്രമല്ല. നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വിശ്വസിക്കുന്നത് ഞങ്ങൾ 2 പേരും മാത്രമല്ല എന്ന് റെനോ അവനോട് പറയുന്നു. അപ്പോഴാണ് ട്രെയിനിങ്ങിന് നേരമായെന്ന് പറഞ്ഞ് കീഗുരു അങ്ങോട്ട് വരുന്നത്. റെനോയും യാറോയും പറഞ്ഞത് ഞാനൊരു മണ്ടനാണെന്ന. ശരിയാ, ഞാൻ ശരിക്കും ഒരു മണ്ടനാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാഫ്ക. അത് ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. ശരി, വാ നമുക്ക് ട്രെയിനിങ്ങിന് പോകാം എന്ന് കീഗുരുയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഇസാവുവിനെയാണ്. ഞാൻ ഇതിന്റെ അകത്ത് കുടുങ്ങിപ്പോയി. എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ഇതിനെ കൊണ്ട് വളരാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊരു എഗ്ഗ് പോലെയുള്ള സാധനം നോക്കി പറയുവാണ് ഇസാവോ. പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപാട് സ്ഥലത്ത് വിചിത്രമായ കൈജൂസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. മലയുടെ മുകളിലും റെയിൽവേ സ്റ്റേഷനിലും സിറ്റിക്ക് നടുവിലും കടലിനുള്ളിലൊക്കെ ആയിട്ട് ഒരുപാട് കൈജൂസ് പ്രത്യക്ഷപ്പെടുന്നു. ഹേയ്, എന്താ ഇവിടെ നടക്കുന്നേ?
ഈ ഒരു മാസം കൊണ്ട് 14 കൈജൂസിന്റെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. യാതൊരു റിപ്പോർട്ട്സും കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡിഫൻസ് ഫോഴ്സ് അവിടെ എത്തുന്നതിന് മുൻപ് കൈജു അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. മുൻപ് വന്ന കൈജൂസിനെ പോലെ തന്നെ ഇതും വളരെ ഇന്റലിജന്റ് ആണെന്ന് തോന്നുന്നു. നമ്പർ 9 കാരണമുണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണിത്. കൈജു നമ്പർ 10 പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വേവ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത അത്രയുമാണ്. അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇജി അസേക്കാവ സ്റ്റാറ്റസ് എന്താണെന്ന് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ബാക്കപ്പ് ജനറേറ്റേഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലെ പ്രൊട്ടക്ഷൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ജനങ്ങളെല്ലാം സേഫായി അണ്ടർഗ്രൗണ്ട് ഷെൽട്ടറിലോട്ട് മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ മറ്റു രാജ്യങ്ങളുടെ സഹായം ചോദിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ന്യൂട്രലൈസേഷൻ കോൺട്രാക്ടിനെ ചൊല്ലിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കൈജു മെറ്റീരിയൽസ് മോഷ്ടിക്കപ്പെടുമെന്നും ഗവൺമെന്റ് പേടിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ കാരണം ഞങ്ങൾ സ്യൂട്ട് 1-ലെ സീൽ ഡിസേബിൾ ചെയ്തിരിക്കുന്നു. സോ ക്യാപ്റ്റൻ നറൂമിക്ക് വേണ്ടി അത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3, നമ്പർ 5 ആൻഡ് നമ്പർ 7 അത് ഉപയോഗിക്കാൻ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആളുകളുണ്ട്. അവരോട് കാൻഡോ മാത്രം നോക്കാൻ പറയണോ അതോ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കാൻ പറയണോ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ എല്ലാ ആന്റി കൈജു ഫോഴ്സിന്റെയും സഹായം നമുക്ക് ആവശ്യം വരും. പക്ഷേ ഈ സവുവിനെ ഇല്ലാതാക്കിയതുപോലെയുള്ള കൈജൂസ് ഒരുപാടെണ്ണം ഒരേ സമയം വന്നാൽ നമുക്കതിനെ നേരിടാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യം ഇതുവരെ ഇത്രയും വലിയ പ്രശ്നം നേരിട്ടിട്ടില്ല. എനിക്ക് സാധിക്കുന്നത് നോക്കി നിൽക്കുക എന്നത് മാത്രമാണ്. ഒരു വയസ്സനായിരിക്കുന്നതിൽ എനിക്ക് വെറുപ്പ് തോന്നുന്നു. നിനക്കും അങ്ങനെ തന്നെയല്ലേ ഇസാവോ? എന്റെ ഓർമ്മകൾ പതിയെ ഇല്ലാതാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്നോട് ക്ഷമിക്കുക. ഇപ്പോ നിങ്ങളെ വിശ്വസിക്കുക എന്നല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. നറൂമി, മിന, മറ്റു സോൾജേഴ്സ്, പിന്നെ കാഫ്ക, ഹിബിനോ, ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചറിനെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഇസാവോ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സബ് ബേസ്മെന്റിലോട്ട് വരുന്ന നറൂമിയെയും കീഗറുവിനെയുമാണ്. അവളുടെ അമ്മ ഉപയോഗിച്ചിരുന്ന നമ്പർ 4 വെപ്പൺ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിന്നോട് പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നീ ഇതിൽ മാസ്റ്റർ ആകണം. ഇത് നിന്റെ രൂപത്തിനും ആട്രിബ്യൂട്ടിനും മാച്ച് ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്പേഴ്സ് വെപ്പൺ 4. ഹിക്കരി ഷിനോമിയുടെ കൂടെ ചേർന്ന് ഇത് ഒരുപാട് പോരാട്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് കൈജൂസിനെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് നറൂമി അവളോട് പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും ഡാഡി. എന്നെ സഹായിക്കുക മമ്മി എന്ന് കീഗറു പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെയാണ്. കഴിഞ്ഞ 3 മാസമായിട്ടും കൈജുവിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഇവിടെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഒരു കൈജുവിനെ കണ്ടിട്ട് ഇന്നേക്ക് 46 ദിവസമായിരിക്കുന്നു എന്ന് ന്യൂസിൽ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് ഫോഴ്സിനെയാണ്. വൈസ് ക്യാപ്റ്റൻ ഹോഷിനെയും കാഫ്കയും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് കാഫ്കയുടെ ഓരോ പഞ്ചും വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു. ശരി, ഇനി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഹോഷിന ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നു. താഴെ വീണ കാഫ്കയെ നോക്കി ഇനിയും നീ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അവൻ പറയുന്നു. ശരി, ഇത് ലഞ്ച് ബ്രേക്ക് ആണ്, പോയി ഫുഡ് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ഹോഷിന അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടെറസിലോട്ട് വന്ന കാഫ്ക കാണുന്നത് പക്ഷികളൊക്കെ സമാധാനത്തോടെ പറന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഈ സ്ഥലം കൊള്ളാം, നല്ലൊരു ആംഗിളിലിരുന്ന് ഈ ഭക്ഷണം കഴിച്ചാൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മിനയെ അവൻ കാണുന്നത്. ആംഗിൾ നന്നായിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുന്നു. ഹേയ്, നീ എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ വന്നിരിക്കുക. പുറത്തോട്ട് നോക്കുമ്പോ ഒരുപാട് സമാധാനം തോന്നുന്നുണ്ടല്ലേ? ആളുകളെല്ലാം ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപ് എല്ലാം ശാന്തമാകുന്നത് പോലെ. എന്നാ ഇവിടെ ഇരിക്കുമ്പോ കൈജൂസ് എല്ലാം ഇവിടെ നിന്ന് പോയതുപോലെ തോന്നുന്നു അല്ലേ? നമ്മൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ കൈജുവിനെയും ഇല്ലാതാക്കും. ശരിയാ, ഈ ലോകം ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. പണ്ട് സ്കൂളിൽ അലാറത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് നീയായിരിക്കും. സത്യം പറയുവാണെങ്കിൽ അപ്പോ നിന്നെ കാണുമ്പോൾ എനിക്ക് സങ്കടമാ തോന്നുന്നത്. അന്ന് നീ കാഫ്ക ഡിവിഷന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. എന്റെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനോട് സ്നേഹം കാണിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. എപ്പോഴും എല്ലാവർക്കും ഒരു ക്യാപ്റ്റനായി നീ ആയിരുന്നു വഴി കാണിച്ചിരുന്നത്. ചുറ്റുമുള്ളതെല്ലാം കണ്ട് നീയും ഒരുപാട് പേടിക്കുമെങ്കിലും എന്നെ സമാധാനിപ്പിക്കാൻ നീ എപ്പോഴും ചിരിക്കുമായിരുന്നു. അത് കാണുമ്പോ ഒരു പക്ഷെ കൈജു വന്നാലും നീ അതിനെ നേരിടുമെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ടായിരുന്നു ഞാൻ പേടിക്കാണ്ടിരുന്നത്. അതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ല. നീയാണ് താച്ചിക്കാവ ബേസ് പ്രൊട്ടക്ട് ചെയ്തത്. കാഫ്ക, നിന്റെ തീരുമാനങ്ങളെ കുറിച്ച് ഹോഷിനെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇനിയും സ്ട്രോങ് ആയി മാറും. അതുകൊണ്ട്
ഇനി നിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നീയും ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോമിസ് നിനക്ക് ഓർമ്മയില്ലേ? ഒരുമിച്ച് ചേർന്ന് എല്ലാ കൈജൂസിനെയും നമ്മൾ ഇല്ലാതാക്കും. ഇത് കേട്ട് അവളുടെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുവാണ് കാഫ്ക. അതെ, തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കും എന്ന് കാഫ്കയും പറയുന്നു. ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മീന അവിടെ നിന്ന് പോകുന്നു. നീ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ഒന്നിനെയും പേടിയില്ലെന്ന് പറഞ്ഞ് ചിരിക്കുന്നത് പോലെ നീ കാണിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് ആ മോൺസ്റ്ററിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടണം. നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ എന്ന് കാഫ്കയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിറ്റിക്കകത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന അവളെ സഹായിക്കാൻ വേണ്ടി രണ്ടുപേർ അങ്ങോട്ട് വരുന്നു. പെട്ടെന്നാണ് അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലോട്ട് വന്ന് അവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.